തംബ്നെയിലിൽ കണ്ടതുപോലെ ഓണത്തപ്പനെ നമുക്കൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ടേബിൾ ഡെക്കോർ ആക്കി എടുത്താലോ. അപ്പോൾ ഇതെൻ്റെ മോനിക്ക് സ്കൂളിലേക്ക് ഓണത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി കൊടുത്തയച്ചിട്ടുള്ള ഓണത്തപ്പനായിരുന്നു. അപ്പോൾ ഇത് അവരുടെ നോട്ടീസ് ബോർഡിലൊക്കെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയത് ഈ ഒരു പരുവത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിൻ്റെ 2 പാർട്ട് മാത്രം മതി. കണ്ടില്ലേ, ബാക്കിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി താഴെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് ടേബിളിൽ ഇരിക്കുള്ളൂ. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഷേപ്പ് ഒന്ന് കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കണം. ഉള്ളിൽ കൊടുക്കുന്നത് ഗ്രീൻ കളറും പുറത്ത് കൊടുക്കുന്നത് റെഡ് കളറുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രാപ്പ് ബുക്കിൽ നിന്നാണ് ഈ ഒരു പേപ്പർ എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഈ ഒരു പേപ്പർ ഉള്ളിലേക്ക് വയ്ക്കുക, എന്നിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ആ ഒരു മാർക്കിലൂടെ സിമ്പിളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പേപ്പർ ഉള്ളിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി എക്സസ് ആയിട്ട് പേപ്പർ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ബാക്ക് സൈഡിലേക്ക് മടക്കി ഫോൾഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. ഞാനത് വിട്ടുപോയി. നിങ്ങളാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് ബാക്കിയുള്ള പേപ്പർ ഞാൻ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഉൾഭാഗം നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പുറം ഭാഗവും കൂടി ഒന്ന് നീറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറം ഭാഗത്ത് വെച്ചിട്ട് റെഡ് കളർ പേപ്പർ ഇതുപോലെ ഒന്ന് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കൊന്ന് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓണത്തപ്പൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് കോൺ ഷേപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കോൺ ഷേപ്പ് ഈ ഒരു പേപ്പറിൽ ഞാൻ കോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്കിത് കറക്റ്റായിട്ട് നമ്മുടെ ടേബിളിലേക്ക് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്നും കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാലാണ് ടേബിൾ ഡെക്കോറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. റെഡ് കളർ കാണാൻ അത്ര വലിയ ഗുമ്മില്ലാത്തത് കൊണ്ട് ഒന്ന് ഗുമ്മാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് സൈസിൽ കുറച്ച് പീസ് ഇതുപോലെ നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ടൊന്നല്ല കട്ട് ചെയ്യുന്നത്, അപ്പോൾ ഏകദേശം വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിൽ ആ ഒരു കോൺ ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ ചെയ്തതിന് ശേഷം ബോട്ടം ഭാഗത്തും കൂടി ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേബിൾ ഡെക്കോറിൻ്റെ പുറം ഭാഗത്ത് ഇത്ര മാത്രം ഡെക്കറേഷൻസാണ് ചെയ്യുന്നുള്ളൂ. കാരണം അകംഭാഗമാണല്ലോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ടേബിളിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗിഫ്റ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്, ഗ്രീൻ കളറിലുള്ളത്. അതിനി നമുക്ക് 6 ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പണ്ട് വിഷറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം നമുക്ക് എത്രത്തോളം ഈ ഒരു പ്ലീറ്റ്സ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം പ്ലീറ്റ്സ് എടുത്താൽ നമ്മുടെ ക്രാഫ്റ്റ് കാണാനായിട്ട് ഭംഗിയുണ്ടാവും. ഞാൻ ഏകദേശം ഒരു 10-15 പ്ലേറ്റ്സ് ഇതുപോലെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ഞാൻ എണ്ണി നോക്കിയില്ലായിരുന്നു കേട്ടോ. എൻ്റേത് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു പേപ്പറാണ്, ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു പേപ്പറിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഡാമേജ് ആയിരുന്നു. അപ്പോൾ നല്ല പോർഷൻസ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. ഇനി നമുക്ക് ഈ ഒരു ട്രീയുടെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ ഇതുപോലെ ഒന്ന് കൂട്ടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നമുക്ക് നമ്മുടെ വിഷറിയുടെ ആ ഒരു ലുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് താഴെ പോർഷൻ ഈ ഒരു ബേസിലേക്കും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ചെറിയൊരു മണ്ടത്തരം ഞാൻ ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡ് ഗ്രീൻ കളറും മറു സൈഡ് വൈറ്റ് കളറാണ്. അപ്പോൾ ഗ്രീൻ കളറായിരുന്നു മുകളിൽ വരേണ്ടത്. ഞാൻ ഇടവിട്ട് ഗ്രീനും വൈറ്റും ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രീൻ വരുന്നതാണ് ഭംഗി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് സെക്കൻഡ് ലെയറായിട്ട് കയറ്റി അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് താഴത്തെ ലെയർ ഗ്രീൻ കളറ് മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദേ ഗ്രീനും കൂടി മുകളിലെ പാർട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബേസിലേക്ക് താഴെ പോർഷൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എക്സസ് ആയി വരുന്ന പോർഷൻസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ,
അപ്പോൾ താഴത്തെ ലെയർ ഗ്രീൻ കളറ്, മുകളിലെ ലെയർ വൈറ്റ് കളറ്. ഇനി തൊട്ട് മുകളിലുള്ള ലെയർ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഗ്രീൻ കളറിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്നിടവിട്ടാണ് ചെയ്യാൻ. കളർ മാത്രം വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്കൊരു വൈറ്റും കൂടി കാണുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ഇതേ ഗ്രീൻ, വൈറ്റ്, ഗ്രീൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഗ്രീനാണ് കൊടുക്കുന്നത്. ഇനി ഇതുപോലത്തെ ഗിഫ്റ്റ് പേപ്പറൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഗ്രീൻ പേപ്പർ എടുക്കുക. എന്നിട്ട് വൈറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ A4 ഷീറ്റ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇടവിട്ട് ഗ്രീൻ കളർ പേപ്പറും വൈറ്റ് A4 ഷീറ്റും ഇതുപോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഓണത്തപ്പനെയാണ് ഞാൻ ഈ ഒരു ക്രിസ്മസ് ട്രീ ടേബിൾ ഡെക്കോറാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഷേപ്പിൽ 2 ട്രയാങ്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാസ്കിംഗ് ടേപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ ചെയ്ത സെയിം സ്റ്റെപ്പ് പുറത്തും അകത്തും ഇതുപോലെ കളർ പേപ്പേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ടേബിൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സസ് ആയിട്ടുള്ള പേപ്പർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ളിലുള്ള ആ ഒരു പേപ്പറൊക്കെ സ്റ്റിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 6 ആക്ക് പേപ്പർ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വച്ച് നോക്കി 2 സൈഡിലും പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലേറ്റ്സ് ഒന്നും പരസ്പരം ഒട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ. സാധാരണ ബുക്കിൻ്റെ പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കളർ അപ്ലൈ ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കോർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുകളിലേക്ക് വരുന്തോറും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പേപ്പറിന് ഇത്ര ഫ്ലെയർ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഫ്ലെയർ കൂടുമ്പോൾ കൂടുതൽ അങ്ങ് ചുരുങ്ങിയിരിക്കും. ഫ്ലെയർ കുറച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി വിടർന്നിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു അറ്റത്ത് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഒരു നിർബന്ധവുമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ താഴെ പോർഷനിൽ ജസ്റ്റ് ഒന്ന് ടച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മഞ്ഞിൽ നിൽക്കുന്ന നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ, ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടേബിൾ ഡെക്കോറിൻ്റെ സൈഡിലായിട്ടും കൂടി ഈ ഒരു ഗ്രീൻ കളർ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ടാട്ടോ അപ്ലൈ ചെയ്യുന്നത്. കാരണം ആ ഒരു റെഡ് കളറിലേക്കൊന്നും ആവാൻ പാടില്ല. നമ്മുടെ സ്ക്രാപ്പ് ബുക്കിൻ്റെ ഗ്രീൻ കളർ എന്ന് പറയുന്നത് അത്ര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഒന്നല്ല. അപ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഈ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ട്രീ കാണാൻ കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. നല്ല പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ഒരു ലൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കളർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ നമ്മുടെ ട്രീ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള ക്രാഫ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, ടേബിളൊക്കെ ഒന്ന് അലങ്കരിക്കുക. അപ്പോൾ മുകൾ ഭാഗത്തും കൂടി ഞാൻ ആ ഒരു ഗോൾഡൻ കളർ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എൻ്റെ മക്കളെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. സ്റ്റാർ ആയിരുന്നു ഭംഗിയെന്ന് പറഞ്ഞു. മുകളിൽ ഒരു സ്റ്റാർ വെച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി, ഇനി അതിൻ്റെ ഒരു കുറവൊന്നും വേണ്ടാന്ന് കരുതിയിട്ട് ഞാനൊരു ക്യൂട്ടായിട്ടുള്ള 3D സ്റ്റാറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പേപ്പർ സ്റ്റാറാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാർ എങ്ങനെയുണ്ടെന്ന് നോക്കി, അടിപൊളിയല്ലേ? ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. ഓക്കെ, എല്ലാം കൂടി ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒത്തിരി ലെങ്തി ആയി പോവും. ഈ ഒരു സ്റ്റാറിൽ ഞാൻ ഗോൾഡൻ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ചൊന്ന് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ പറഞ്ഞത് ശരിയാട്ടോ, ഇപ്പോഴാണ് നമ്മുടെ ട്രീ കാണാനായിട്ട് കൂടുതൽ ഭംഗിയായത്. അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ കണ്ടിട്ട് എൻ്റെ മോനും ട്രൈ ചെയ്തിട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായിരുന്നു. ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഈ ഒരു സ്റ്റാർ മേക്കിംഗ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.